മലദ്വാരത്തിൽ ഉണ്ടാകുന്ന ഫിസ്റ്റുല, ഇതിനെ പറ്റിയിട്ട് 5 കാര്യങ്ങൾ പറഞ്ഞുതരാം. പലർക്കും അറിയാത്ത കാര്യങ്ങളാണ്. പലരും സർജറി വേണമല്ലോ എന്ന് കരുതി പേടിച്ച് നിൽക്കുന്നവരാണ്. അങ്ങനെ പേടിച്ച് സർജറിക്ക് പോകേണ്ട ആവശ്യമൊന്നും എല്ലാ കേസിലും ഇല്ല. ഇതങ്ങനെ സർജറി ഇല്ലാതെ മാറാനും സുന്ദരമായിട്ട് അതിനെ പേടിക്കാതെ ജീവിക്കാനും അത് വന്നവർക്ക് അത് മാറ്റിയെടുക്കാനുള്ള 5 കാര്യങ്ങളാണ് ഞാനിന്ന് പറയുന്നത്. ഒന്നാമത്തത് ഫിഷർ അല്ലെങ്കിൽ ഫിസ്റ്റുല അല്ലെങ്കിൽ പൈൽസ് എന്നുള്ളതൊക്കെ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ്. ഫിസ്റ്റുല എന്താണ് എന്നുള്ളതും ഇത് എങ്ങനെയാണ് പൈൽസിൽ നിന്നും ഫിഷറിൽ നിന്നും ഫിസ്റ്റുല വ്യത്യാസപ്പെടുന്നത് എന്നും പറഞ്ഞുതരാം. ഫിഷർ എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിൻ്റെ അവസാന ഭാഗത്തുണ്ടാവുന്ന ഓട്ട, പൊട്ടൽ, വിള്ളൽ ഇങ്ങനെയുള്ള രോഗമാണ്. രണ്ടാമത്തത് പൈൽസ് എന്ന് പറയുന്നത് അവിടെയുള്ള രക്തക്കുഴലുകൾ തടിച്ചു വരുന്നതാണ്. ഫിസ്റ്റുല എന്ന് പറയുന്നത് മലദ്വാരത്തിൻ്റെ അവസാന ഭാഗത്ത് കുറേ ചെറിയ വിയർപ്പ് ഗ്രന്ഥികൾ പോലെ ഉണ്ട്. ആ ഗ്രന്ഥികളിൽ ഇൻഫെക്ഷൻ വന്നിട്ട് അവിടെ പഴുപ്പ് വരും, പുറത്തും പഴുപ്പ് വരും. ഈ പുറത്തെയും അകത്തെയും പഴുപ്പുകൾ തമ്മിലൊരു കനാൽ രൂപപ്പെട്ട് മലം ആ കനാലിലൂടെ പുറത്തു വരും. അങ്ങനെ അവിടെ മുറിവ് വരും, പഴുപ്പ് വരും, പൊട്ടും, ചലം വരും, ചോര വരും, വേദന ഉണ്ടാകും, മണം വരും, നമുക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥത ഉണ്ടാകും. ഇതാണ് ഫിസ്റ്റുല എന്ന് പറഞ്ഞിട്ടുള്ള രോഗം. ഇതാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ആദ്യം ചന്തിയുടെ ചാലിൽ, ചന്തിയുടെ ഇടുക്കിൽ, മലദ്വാരത്തിൻ്റെ ആ ഭാഗത്ത് അവസാന ഭാഗത്തായിട്ട് ചെറിയ മുറിവും തടിപ്പും പഴുപ്പും അതിൽ നിന്ന് കൊഴുത്ത വെള്ളവും മലമൊക്കെ പുറത്തേക്ക് വരും. ഇതുണ്ട് എന്നുണ്ടെങ്കിലാണ് ഫിസ്റ്റുല എന്നുള്ളത് കരുതേണ്ടത്. നല്ല വേദനയായിരിക്കും, മണമായിരിക്കും, ചൊറിച്ചിലായിരിക്കും, പുകച്ചിലായിരിക്കും, അസ്വസ്ഥതയായിരിക്കും. ഇത് സാധാരണ ഷുഗർ ഉള്ളവർക്ക്, ക്രോൺസ് ഡിസീസ് ഉള്ളവർക്ക്, ഇൻഫെക്ഷൻ ഉള്ളവർക്ക്, ജീവിതശൈലി ശരിയല്ലാത്തവർക്ക്, മറ്റ് മലമൂല വ്യാധികളുള്ളവരിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത് വന്നു കഴിയുമ്പോൾ പലരും ഇതാദ്യം മുറിവല്ലേ, അവിടെ എന്തോ തട്ടിയതാണ്, പാൻറ് ടൈറ്റായപ്പോൾ ആയതാണ്, കൂടുതൽ ഇരുന്നപ്പോൾ എന്തോ കുടുങ്ങിയതാണ് എന്നൊക്കെ കരുതും. പിന്നെ ഇത് സ്ഥിരം വരലും പോവലും പാഡ് വെക്കലും ഒക്കെ ആയിട്ട് മാറുന്ന ഒരുപാട് പേരുണ്ട്. ഇവർ ആദ്യം ഇത് പോയിട്ട് അയ്യോ ഫിസ്റ്റുല ആയല്ലോ സർജറി ചെയ്യേണ്ടി വരുമല്ലോ എന്ന് കരുതിയിട്ട് പേടിക്കുന്നവരാണ്. ഇവർക്ക് വീട്ടിലിരുന്ന് ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു വട്ടപാത്രത്തിൻ്റെ 3/4 ഭാഗം ഇളം ചൂടുവെള്ളം എടുക്കുക, ഇതിലേക്ക് കല്ലുപ്പ് ഇടുക, ഇതിലേക്ക് നിങ്ങളുടെ ചന്തി വെച്ച് വെക്കുക. അങ്ങനെ ആവുമ്പോൾ അവിടെയുള്ള മുറിവ് ഉണങ്ങാനും അണുബാധ പോകാനും ആബ്സസ് പോകാനും വേദന കുറയാനും രക്തം പോക്ക് കുറയാനൊക്കെ വളരെയേറെ സഹായകരായിരിക്കും. സിറ്റ്സ് ബാത്ത് എന്നാണ് ഇതിൻ്റെ മെത്തേഡിന് പറയുക. ഇതൊരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുക, രാവിലെ ഇരിക്കുക, വൈകുന്നേരം ഇരിക്കുക, പറ്റുകയാണെങ്കിൽ ഉച്ചക്കും ഇരിക്കുക. അങ്ങനെ ഒരു 4 ദിവസം ഇരുന്ന് നോക്കിയിട്ട് എങ്ങനെയുണ്ട് വ്യത്യാസം എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. മൂന്നാമത്തത് മലമുറക്കുന്നത് ജീവിതശൈലി, കോൺസ്റ്റിപ്പേഷനൊക്കെ വളരെയേറെ ഇതിൽ ഘടകമാവുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് മലം ലൂസാകുന്നതിന് ശരിയായ ശോധന കിട്ടുന്നതിന് ശരിയായി ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് ടോയ്ലറ്റ് ശീലങ്ങൾ ശരിയാക്കണം. അനാവശ്യമായിട്ട് മുക്കി വയറ്റുന്നു പോകുന്നത്, ടോയ്ലറ്റിൽ കുറേ നേരം ഇരിക്കുന്നത്, നല്ല സ്ട്രോങ്ങിൽ പൈപ്പ് വെച്ചിട്ട് അടിക്കുന്നത്, നല്ല ഉരച്ച് ചന്തി കഴുകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം പരമാവധി ഒഴിവാക്കുക. ഭക്ഷണത്തിൽ നല്ല ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഇലക്കറികൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, സലാഡുകൾ ഇതാണ് കൂടുതൽ കഴിക്കേണ്ടത്. എണ്ണമെഴുക്കുള്ളത് ബീഫ്, കോഴി, കോഴിമുട്ട ഇങ്ങനെയുള്ള സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക. പ്രോസസ്ഡ് ഫുഡ്, അതുപോലെ തന്നെ വെണ്ണ, അതുപോലെ തന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള കളർ ഫുഡുകൾ, കോളകൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക. അരി, തവിട് അടങ്ങിയിട്ടുള്ള അരിയാണ് നല്ലത്. ഗോതമ്പ്, ഓട്സ് ഇത്തരം സംഗതികളാണ് നല്ലത്. പരമാവധി പോളിഷ് ചെയ്തിട്ടുള്ള അരി, മൈദ, പഞ്ചസാര, റവ എന്നിവയൊക്കെ പരമാവധി ഒഴിവാക്കാൻ നോക്കുക. പകരം രാഗി നല്ലതാണ്, ഓട്സ് നല്ലതാണ്, ഗോതമ്പ് നല്ലതാണ്, ഫ്രൂട്ട്സുകളൊക്കെ നല്ലതാണ്. പിന്നെ നല്ലോണം കിടന്നുറങ്ങുക, ടെൻഷൻ ഫ്രീ ആവുക, വ്യായാമം ചെയ്യുക. ഇരുത്തം കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് ആവുന്നത് പരമാവധി ഒഴിവാക്കുക. തടി കൂടുന്ന സാഹചര്യം പരമാവധി ഒഴിവാക്കുക. പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു സംഗതി. എൻ്റെ അനുഭവത്തിൽ ഒരുപാട് പേർക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയുന്നത് കൊണ്ടും ഒരുപാട് പേര് അയ്യോ സർജറി അല്ലാതെ ഇനിയൊന്നും ചെയ്യാനില്ലല്ലോ എന്ന് ആശങ്കാകുലരായത് കൊണ്ടും ഈ വിഷയത്തിൽ വളരെ ഗൗരവകരമായിട്ട് കുറച്ച് കാര്യം പറഞ്ഞുതരാം. നന്നായിട്ട് നിയന്ത്രിച്ച് നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് മാറ്റിയെടുത്ത് സുന്ദരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പലപ്പോഴും സർജറി ചെയ്ത ആളുകളുടെ തന്നെ പിന്നെയും വരുന്നുണ്ട്.
അപ്പോൾ സർജറി ചെയ്ത ആളുകൾ സർജറി ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ അവരോട് പറയാറുണ്ട് ഇത് സർജറി ചെയ്താൽ പിന്നെയും വരും എന്നുള്ളത്. ഞാൻ ഒരിക്കലും സർജറിനെ എതിർക്കുന്ന ആളൊന്നും അല്ല കേട്ടോ, അല്ലെങ്കിൽ വേറൊരു വൈദ്യശാസ്ത്രത്തെ ഒരിക്കലും എതിർക്കലില്ല. ഈ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ചെയ്യുക. ഇത് ചെയ്ത് കൃത്യമായി രോഗനിർണയം നടത്തുക. എന്നിട്ട് ഒരു വിദഗ്ധ മെഡിക്കൽ, നിങ്ങൾ ഹോമിയോ ആണെങ്കിൽ ഹോമിയോ, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, ആയുർവേദ ആണെങ്കിൽ ഓരോരുത്തരോടും അതിലെ കാര്യങ്ങൾ ചോദിക്കുക. ഞാൻ ഹോമിയോ ഡോക്ടറാണ്, ഞാൻ ഈ വിഷയത്തെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൃത്യമായി രോഗനിർണയം നടത്തും. അതിന് വേണ്ടിയിട്ട് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സഹായത്തോട് കൂടിയിട്ടാണ് രോഗനിർണയം നടത്തൽ. എന്നിട്ട് നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്ന് ഉപയോഗിച്ചിട്ട് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ അസുഖം മാറി, പ്രശ്നങ്ങൾ തീർത്ത്, അസുഖം മാറ്റി ഒരുപാട് പേർക്ക് ആശ്വാസം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കോൺഫിഡൻസോടെയാണ് പറയുന്നത്. ഇത് നന്നായിട്ട് നിയന്ത്രിക്കുക. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്താൽ തന്നെ ഒരുപാട് പേർക്ക് മാറ്റിക്കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇത് വന്നു എഴുതിയിട്ട് ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇനി നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇത് വന്നിട്ടുണ്ട്, ക്രോൺസ് ഡിസീസിൻ്റെ ഒക്കെ ഹിസ്റ്ററി ഉണ്ട്, അല്ലെങ്കിൽ ഷുഗറിൻ്റെ ഹിസ്റ്ററി ഉണ്ട്, വെയിറ്റ് കൂടുന്ന കേസ് ഉണ്ട്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ അനിയന്മാരും അവരുടെ മക്കളും അവരുടെ ഒപ്പം ഇവരൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഇങ്ങനൊരു ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് നിങ്ങൾക്കും വന്നേക്കാം. നിങ്ങളുടെ ജീവിതശൈലിയിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ജീവിതശൈലി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് വന്നേക്കാം. വന്നവർ ഈ പറഞ്ഞിട്ടുള്ള നിയന്ത്രണങ്ങളും ചെയ്യുക. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഒരു രോഗം വന്നാൽ അങ്ങ് പേടിപ്പിച്ച് ബേജാറാക്കുക അല്ല ചെയ്യേണ്ടത് എന്നുള്ളത്. സിമ്പിളായിട്ട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരിക. ഇതിൽ തന്നെ രോഗം മാറും, നിയന്ത്രിക്കാൻ പറ്റും, അനാവശ്യ ഭീതി ഒഴിവാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.